നമസ്കാരം. പ്രധാന വാർത്തകൾ. മദ്യക്കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകരുതെന്ന് മഹിളാ മോർച്ച. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ പാലക്കാട്ട് മന്ത്രി എം.പി. രാജേഷിന്റെ വസതിയിലേക്ക് കാലിക്കുടങ്ങളുമായി മഹിളാ മാർച്ച്. അപേക്ഷ രഹസ്യമാക്കിവെച്ചും എക്സൈസ് നിയമങ്ങൾ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് വരൾച്ചാ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് സർക്കാർ പ്രവർത്തനാനുമതി നൽകിയതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത. അധ്യാപക സർവീസ് സംഘടനകളുടെ സൂചന പണിമുടക്ക്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. സമരരംഗത്തുള്ളത് CPI കോൺഗ്രസ് അനുകൂല സംഘടനകൾ. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടികൾ. ആരോഗ്യപ്രവർത്തകർക്ക് വേണ്ടത് സ്നേഹസാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യപ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണം. പാലക്കാട്ട് 55ാം ബാച്ച് സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കൊലവിളിച്ച +1 വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ കുറ്റബോധമുണ്ടെന്ന വിദ്യാർത്ഥി. അസാധാരണ പ്രതികരണമാണ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വിഷയം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പ്രിൻസിപ്പാൾ. കോട്ടായി അയ്യങ്കുളത്ത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഇതര സംസ്ഥാന പ്രതിമ നിർമ്മാണ തൊഴിലാളികൾ വെല്ലുവിളിയെന്ന് പരാതി. രാജസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള തൊഴിലാളികൾ രാത്രികാലത്ത് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവ് സംഭവമെന്ന നാട്ടുകാർ. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് തമ്പടിച്ച കുടുംബങ്ങൾ സമീപകാലത്തായി പോലീസിനും തദ്ദേശ സ്ഥാപനത്തിനും തലവേദനയായി. പട്ടാമ്പിയിൽ 14-കാരിക്ക് മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്ത യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് പെരുമുടിയൂർ സ്വദേശി അനൂപ്. ഓൺലൈൻ ആപ്പ് വഴി ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് പണം തട്ടിയ ഇടുക്കി സ്വദേശി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരിയിൽ റെയിൽപാളത്തിൽ അജ്ഞാത മൃതദേഹം. 2 ആഴ്ച പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം ഉടലും തലയും വേറിട്ട നിലയിൽ. പഴയന്നൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. മദ്യക്കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകരുതെന്ന് മഹിളാ മോർച്ച. കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ജലമൂറ്റുന്ന ബ്രൂവറി കമ്പനി സ്ഥാപിക്കാൻ അനുമതി നൽകിയതിനെതിരെ മഹിളാ മോർച്ച പ്രവർത്തകർ കാലിക്കുടങ്ങളുമായി പാലക്കാട്ടെ മന്ത്രി എം.പി. രാജേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കാടാംകോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. ₹500 PPE കിറ്റിൽ 1000 രൂപ കമ്മീഷൻ വാങ്ങിയ ഇടത് സർക്കാർ കോടികളുടെ ബ്രൂവറി ഇടപാടിൽ എത്ര കോടി കമ്മീഷൻ പറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ആവശ്യപ്പെട്ടു. മദ്യക്കമ്പനിയുടെ അപേക്ഷ രഹസ്യമാക്കി വെച്ചും സംസ്ഥാന എക്സൈസ് വകുപ്പ് നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് എലപ്പുള്ളിയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. സർക്കാരിലും എക്സൈസ് വകുപ്പിലും വാട്ടർ അതോറിറ്റിയിലും വ്യത്യസ്ത അപേക്ഷകൾ കമ്പനി നൽകിയതിനു പിന്നിലും എക്സൈസ് മന്ത്രി എം.പി. രാജേഷിന് പങ്കുണ്ടെന്ന് നിവേദിത ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികളുടെ അഴിമതി നീക്കം നടത്തിയത്. ചിറ്റൂരിലെ സർക്കാർ മദ്യ ഫാക്ടറിക്ക് വെള്ളം നൽകാൻ കഴിയാത്ത സർക്കാർ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒയാസിസിന് വെള്ളം നൽകാമെന്ന് ഏറ്റത് തന്നെ അഴിമതിയാണ്. പഞ്ചാബിലും ഡൽഹിയിലും മദ്യ അഴിമതിയിൽപ്പെട്ട കമ്പനിക്ക് CPMുമായി എങ്ങനെ ചങ്ങാത്തമുണ്ടായെന്ന് വ്യക്തമാക്കണം. കുടിവെള്ളവും കർഷകരുമല്ല മദ്യവും മുതലാളിമാരുമാണ് CPMന്റെ സംരക്ഷക പട്ടികയിലുള്ളതെന്നും നിവേദിത ആരോപിച്ചു. ഏതൊക്കെ രീതിയിലാണ് രഹസ്യമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഇവിടെ ഓരോ മദ്യനയം കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തിട്ടും അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചിലവാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ലിക്കറാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയാണ്, അധാർഷ്ട്യമാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ P. വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, അശ്വതി മണികണ്ഠൻ, സുമലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. കോൺഗ്രസ് CPI അനുകൂല സർവീസ് സംഘടനകളും അസറ്റുമാണ് സൂചനാ സമരം നടത്തിയത്. പാലക്കാട് സമരമാനുകൂലികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു.
ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും നിയമിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപക സംഘടനകളും സർവീസ് സംഘടനകളും സൂചനാ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം ഇനിയും നടപ്പിലായിട്ടില്ല. DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, മെഡിസെപ്പിന് പകരം സംവിധാനം തുടങ്ങിയവയും ജീവനക്കാരുടെ ആവശ്യങ്ങളാണ്. പണിമുടക്കിയ ജീവനക്കാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ പ്രതിഷേധത്തിന് KGOF സംസ്ഥാന പ്രസിഡന്റ് P. വിജയകുമാർ, വൈസ് പ്രസിഡന്റ് MS റീജ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ഭാരവാഹികളായ K. മുകുന്ദൻ, MC ഗംഗാധരൻ, അജിത് ഖാൻ, AKSTU ഭാരവാഹികളായ സതീഷ് മോൻ, ലിൻഡോ വേങ്ങശ്ശേരി, പ്രജിത എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഐക്യവേദിയായ സെറ്റോ നടത്തിയ പ്രതിഷേധത്തിന് KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനീഷ് കുമാർ, കൺവീനർ ശ്രീജേഷ്, KGOU സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ രാജേഷ്, N. ജോയ്, ജെയിംസ് തോമസ്, M. ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജീവനക്കാർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ, DA കുടിശ്ശികൾ അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതിയിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ജീവനക്കാർ പണിമുടക്കിയത്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജീവനക്കാരുടെ പ്രകടനമുണ്ടായി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം K. രാജൻ, V. മണികണ്ഠൻ, AK. സുന്ദരൻ, CP. ജയേഷ്, ദിവ്യലക്ഷ്മി, AK. സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരിയിൽ റെയിൽപാളത്തിൽ 2 ആഴ്ചയോളം പഴക്കമുള്ള പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഉടലും തലയും വേറിട്ട നിലയിലാണ് മൃതദേഹം. യങ്കക്കാട് റെയിൽവേ ഗേറ്റിനും മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിനുമിടയിലാണ് തലയേറ്റ നിലയിൽ രാവിലെ 10:30 പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാൻറ്റും ഷർട്ടും ധരിച്ച നിലയിലാണ്. അറ്റുപോയ തല 10 മീറ്റർ മാറി ഷൊർണൂർ ഭാഗത്തേക്ക് തീവണ്ടി പോകുന്ന പാളത്തിന് പരിസരത്തായി അഴുകിയ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് കുറഞ്ഞത് 2 ആഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരി SHO റിജിൻ N. തോമസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അധ്യാപകർക്കെതിരെ കൊലവിളി ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അധ്യാപകർക്കെതിരെ ഭീഷണി മുഴക്കിയത്. അതേസമയം വിഷയത്തിൽ മാനസാന്തരമുണ്ടെന്നും കുറ്റബോധമുണ്ടെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് താൻ അങ്ങനെ പറഞ്ഞു പോയതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും അസാധാരണമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും വിഷയത്തിൽ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പ്രിൻസിപ്പാൾ അനിൽകുമാർ പറഞ്ഞു. സർക്കാർ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാനുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി മേലധികാരികളിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. RDD റിപ്പോർട്ട് തേടിയിരുന്നു. RDDക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അസാധാരണമായ ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്നുണ്ടായത്. ഈ കുട്ടിയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടി ഇവിടെ ചേർന്ന ദിവസം ഈ കുട്ടിയെ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട് ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കാരണം ആ കുട്ടിയിൽ ചെറിയ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരു കുട്ടി എന്ന നിലയ്ക്ക് അപ്പോൾ ഞാൻ ക്ലാസ് ടീച്ചറെ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പ്രകടനം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്നോട് കുട്ടിക്കാരൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇത് ഇങ്ങനെ എന്താ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുക്കുന്നത്. വിദ്യാർത്ഥി കൊലവിളി നടത്തിയ വീഡിയോ പ്രചരിപ്പിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വല്ലപ്പുഴ യാറത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് 2 കടകളും ലോട്ടറി ഷോപ്പും പൂർണ്ണമായി തകർന്നു. ആളപായമില്ല. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വല്ലപ്പുഴ യാറം ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ കടകളിലേക്ക് പാഞ്ഞു കയറിയത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. 2 കടകളിലേക്കും ഒരു ലോട്ടറി ഷോപ്പിലേക്കുമാണ് കാർ ഇടിച്ചു കയറിയത്. സംഭവത്തിൽ ലോട്ടറി കടയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്.
അപകടത്തിൽ ആർക്കും പരിക്കില്ല. മംഗലാപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വിവാഹാവശ്യത്തിന് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി അയ്യങ്കുളത്തെ അന്യസംസ്ഥാന ശില്പനിർമ്മാണ തൊഴിലാളികൾ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്നതായി പരാതി. രാജസ്ഥാനിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെയുണ്ട്. മദ്യപിച്ച് അടിപിടിയുണ്ടാക്കുന്ന ഇവർ പോലീസിനും ഗ്രാമപഞ്ചായത്തിനും തലവേദനയായി മാറുകയാണ്. കോട്ടായി അയ്യങ്കുളത്തും പരിസരങ്ങളിലും തമ്പടിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ആരാധനാമൂർത്തികളുടെയും മറ്റും ശില്പങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കുടുംബങ്ങൾ രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കി പോലീസിനും പഞ്ചായത്തിനും തലവേദന സൃഷ്ടിക്കുന്നതായാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി രാജസ്ഥാനി കുടുംബങ്ങൾ ഇവിടെ ഷെഡ് കെട്ടി താമസിച്ചു വരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇവർ മദ്യപിച്ച് പരസ്പരം അടിപിടിയുണ്ടാക്കുന്നതും ഉറക്കെ നിലവിളിക്കുന്നതുമെല്ലാം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഘട്ടനത്തിനിടെ പരിക്കേറ്റ് അർദ്ധരാത്രി കോട്ടായി പോലീസിനെ വിളിക്കുന്നതും പോലീസെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും പതിവാണത്രേ. ഇവരുടെ കുടുംബങ്ങളിൽ ഗർഭിണികളായ സ്ത്രീകളെ പഞ്ചായത്തിലെ ആശാവർക്കർമാരും ആരോഗ്യപ്രവർത്തകരും ജില്ലാ ആശുപത്രിയിൽ പ്രസവ ചികിത്സ തേടാൻ നിർബന്ധിച്ചാലും ഇവർ പോകാൻ മടി കാണിക്കും. ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച ഒരു സ്ത്രീ ഇക്കഴിഞ്ഞ ദിവസം ഷെഡിനുള്ളിൽ പ്രസവിച്ചു. പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് എത്തിയാണ് അമ്മയെയും കുട്ടിയെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ വിശദവിവരങ്ങൾ പഞ്ചായത്തിലോ ബന്ധപ്പെട്ട അധികൃതരുടെ പക്കലോ ഇല്ലെന്ന് പറയുന്നു. ഇവർക്ക് സുലഭമായി മദ്യമെത്തിച്ച് നൽകുന്ന സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്വകാര്യ ബസ് ജീവനക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കോങ്ങാട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കരിപ്പാൽ ബസ്സിലെ കണ്ടക്ടർ വെങ്ങാനല്ലൂർ മങ്ങാട്ട് വീട്ടിൽ 60 വയസ്സുള്ള രാജഗോപാലനാണ് മരിച്ചത്. ബസ് പഴയന്നൂർ വെള്ളാർക്കുളത്തെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലേക്കാട് പോലീസ് ക്യാമ്പ് പരിസരത്തെ വീട്ടുവളപ്പിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലേക്കാട് ചാമക്കാട് അംബേദ്കർ കോളനിയിൽ വള്ളിയുടെ മകൻ 37 വയസ്സുള്ള ഗംഗാധരനെയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അവിവാഹിതനാണ്. സഹോദരങ്ങൾ രവി, സതീഷ്, രതീഷ്, സുമജ. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടത് സ്നേഹസാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. 55ാം ബാച്ച് പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണമെന്നും DMO ചൂണ്ടിക്കാട്ടി. സമൂഹവും ആരോഗ്യരംഗവും അനുദിനം മാറുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ചികിത്സാ ശാഖകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയിലും ആശങ്കയുണ്ട്. ആരോഗ്യ പ്രവർത്തകർ കരുണയും ആർദ്രതയും കൈവെടിയരുതെന്നും ഡോക്ടർ വിദ്യ പറഞ്ഞു. നമ്മുടെ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പോഴും നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു പ്രൊഫഷനാണ്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കൊടുക്കുന്നത്. മുൻപൊക്കെ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ വളരെ മടിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ഇപ്പം മാഡം നേരത്തെ പറഞ്ഞതുപോലെ 16 കുട്ടികൾക്കാണ് പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ കിട്ടിയത്, അതും മെറിറ്റ്. അപ്പം നമുക്ക് പോസ്റ്റ് ബേസിക് മാത്രമല്ല, അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് സർവീസിൽ തന്നെ നമ്മൾ അതായത് സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസറായിട്ടും അല്ലാതെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡറായിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു GNM കോഴ്സ് കഴിഞ്ഞ് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, പോസ്റ്റ് ബേസിക് അല്ലാതെ തന്നെ സ്പെഷ്യാലിറ്റീസ്. ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട് അവർക്ക്. അപ്പം അത് കൂടാതെ നമ്മൾ ക്ലിനിക്കലി ഉള്ള മറ്റുള്ള ബ്രാഞ്ചസ്, അതായത് റെസ്പിറേറ്ററി നഴ്സ്, കാർഡിയോളജി നഴ്സ്,
പിന്നെ മറ്റുള്ള പാലിയേറ്റീവ് നഴ്സ്, അങ്ങനെയുള്ള വിവിധ ഫീൽഡുകളിലാണ് അവർക്ക് ഈ ഒരു പോസ്റ്റ് എഡ്യൂക്കേഷൻ, അതായത് ബേസിക് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള ഫീൽഡ് തുറന്നിട്ടുള്ളത്. കോളേജ് പ്രിൻസിപ്പാൾ TS ആശാദീപ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക TL ശർമിള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ജയശ്രീ, ഡോക്ടർ പ്രേംകുമാർ, K രാധാമണി, സുജിത ഗുരുദാസ്, C ലക്ഷ്മി, സജിത മേരി, ഷിജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ 14-കാരിക്ക് മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്ത യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പെരുമുടിയൂർ തെക്കേപ്പുറം കറുപ്പന്മാരിൽ 35 വയസ്സുള്ള അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച സംഭവത്തിലാണ് പട്ടാമ്പി പെരുമുടിയൂർ തെക്കേപ്പുറം കുറുപ്പന്മാരിൽ അനൂപിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയോട് ബൈക്കിൽ വന്ന പ്രതികൾ കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ചത്. വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റഗ്രാം ID വാങ്ങിയ പ്രതികൾ പിന്നീട് ഇതുവഴിയും മയക്കുമരുന്ന് വേണോ എന്ന് ചോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനിയുടെ അച്ഛൻ പരാതി നൽകുകയും പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേസിലെ 1-ാം പ്രതിയായ അനൂപിനെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നും പ്രതിക്കെതിരെ നിരവധി കേസുകളുള്ളതായും പ്രതിയുടെ മുൻ കേസുകളിലെ ജാമ്യം റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൺലൈൻ ആപ്പ് വഴി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇടുക്കി ആനക്കര അമ്പലമേട് കയ്യത്തുങ്കൽ വീട്ടിൽ K ഷാൻ ആണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. വാടനകുറിശി സ്വദേശിനിയിൽ നിന്നും ടെലിഗ്രാം ആപ്പ് വഴി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ഇല്ലാതായതോടെ യുവതി ഷൊർണൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആലുവയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് അന്നേ ദിവസം K ഷാനിന്റെ അക്കൗണ്ടിൽ നിന്ന് 90,000 രൂപ ചെക്ക് വഴി പിൻവലിച്ചതായി കണ്ടെത്തിയത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അക്കൗണ്ടിലേക്ക് പണം വന്നതായി പോലീസ് കണ്ടെത്തി. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആളുകളുടെ പണമാകും ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. വാടാനംകുറിശി സ്വദേശിനിയുടെ നഷ്ടമായ ബാക്കി തുക മറ്റ് സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSIF സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കുളപ്പുള്ളിയിൽ നടന്നു. വർക്കിംഗ് പ്രസിഡന്റ് അനിൽ മൂത്തേടത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KSSIF സംസ്ഥാന കമ്മിറ്റിയുടെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഷൊർണൂർ കാരക്കാട് വ്യവസായ എസ്റ്റേറ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംയുക്ത മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പോൾ അവരതിന് ഒരു നന്ദി സൂചകമായിട്ട് ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ശ്രീധരേട്ടൻ്റെ നേച്ചറിൽ എന്നെ ഫോളോ ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ശ്രീധരേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ പുതിയ കമ്മിറ്റിയുടെ സന്തോഷ സൂചകമായിട്ട് ഫോറം പ്രസിഡന്റ് ശ്രീധരേട്ടന് ഒരു ഉപകാരം നൽകി ആദരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് സപ്പോർട്ട്. കുളപ്പുള്ളി സമുദ്ര റേജൻസിയിൽ നടന്ന യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് അനിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. കാരക്കാട് ഫോറം പ്രസിഡന്റ് ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. തോമസ് വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSIFന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും MSME സെക്ടർ മുഴുവനായും ചേർത്തുകൊണ്ട് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ജനറൽ സെക്രട്ടറിയുടെ പുസ്തക പ്രകാശനം സംബന്ധിച്ചും ചർച്ച നടന്നു. വൈസ് പ്രസിഡന്റ് ജോബോയ് ലോറൻസ്, KP ഇസ്മായിൽ, ജില്ലാ പ്രസിഡന്റ് MG ത്യാഗരാജൻ, CH ചന്ദ്രശേഖരൻ, P പ്രദീപ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി KJ സ്കറിയ മറുപടി പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി സോമൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതി പൈങ്കുളം റോഡ് 1-ാം മൈൽ പ്രദേശത്ത് മഴക്കാലത്ത് നേരിടുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. 2.5 കിലോമീറ്റർ റോഡ് ടാറിങ്ങിന് പിറകെ കാണ നിർമ്മാണത്തിന് തുടക്കമായതോടെ വലിയ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ദീർഘകാലമായുള്ള ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ ആഹ്ലാദത്തിലാണ്
പൈങ്കുളം റോഡ് 1-ാം മൈൽ നിവാസികൾ. കാനയില്ലാത്തതിനെ തുടർന്ന് മഴക്കാലത്ത് ഈ മേഖലയിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി രൂക്ഷമായിരുന്നു. വെള്ളം പാതയിലൂടെ പരന്നൊഴുകുന്നതും യാത്രക്കാർക്ക് പ്രതിസന്ധിയായി. റോഡിന്റെ തകർച്ചയ്ക്കും ഇത് കാരണമായിരുന്നു. പ്രദേശത്തെ മാരിയമ്മൻ കോവിലിന് സമീപവും വെള്ളം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് ഭക്തജനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. ചെറുതുരുത്തി പൈങ്കുളം സ്കൂൾ വരെ 2.5 കിലോമീറ്റർ ദൂരം റോഡ് ടാറിംഗ് കഴിഞ്ഞ ശേഷം റോഡിന്റെ വശങ്ങളിലൂടെ വെള്ളം ഒലിച്ചു പോകാനുള്ള കാനയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. മലബാർ ടെക് കമ്പനിയാണ് 2.5 കോടിയുടെ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാകാനാണ് റോഡ് നവീകരണത്തിനൊപ്പം അനുബന്ധ പ്രവൃത്തി നടത്തുന്നതെന്ന് സൈറ്റ് മാനേജർ ജലീൽ പറഞ്ഞു. ഈ ചെറുതുരുത്തി മുതൽ പൈങ്കുളം വരെയുള്ള 2.5 കിലോമീറ്ററിൻ്റെ നവീകരണത്തിന് ബഡ്ജറ്റ് ഫണ്ട് അനുവദിച്ച് ടെൻഡർ കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ച് ഉടൻ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഏപ്രിൽ മാസത്തോടു കൂടി വർക്ക് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അങ്ങനെ ഒരു കാനഡ വൃത്തീകരണം. അത് നല്ലൊരു സംഭവമാണല്ലോ. അതിനെപ്പറ്റി എന്താ പറയുള്ളത്? ഇതിലൊരു 800 മീറ്ററിൻ്റെ മേലെ കാന പണിയാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളേക്കും ഉദ്യോഗസ്ഥന്മാരും വന്ന് കാണിച്ചിരുന്ന ഏരിയയിലാണ്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് ഇവിടെ വെള്ളക്കെട്ടിൻ്റെ വിഷയം വന്നിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാന പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മങ്കര പഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളിലൊക്കെ തന്നെ 100 ദിവസത്തെ പണി മങ്കര ഗ്രാമപഞ്ചായത്തിൽ 1800 ചില്ലാനം ആളുകൾ ഉണ്ടാവുമ്പോൾ 900 ആളുകൾക്ക് 100 ദിവസത്തെ പണി കൊടുത്ത ചരിത്രം മങ്കരയിലുണ്ട്. പക്ഷെ ഇന്ന് കഴിഞ്ഞ വർഷം എത്ര ആൾക്കാർ ഇതില് 82 ആളിലേക്ക് അത് ചുരുങ്ങി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. പാലക്കാട് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ N സമീറ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ രേഷ്മ, അനുശ്രീ, അനിത, വിനോദ് കുമാർ, രതീഷ് കുമാർ, K മിഥില, വിനിത, സന്തോഷ്, കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഷീബ ആൻഡോ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി K ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV ലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും എന്ത് വേണം? ട്രാക്ടർ വേണം. അപ്പോൾ അവിടെ എന്ത് വന്നു? ഇപ്പുറത്ത് ട്രാക്ടർ നിർമ്മാണം വേണ്ടേ? വ്യവസായ മേഖലയിലേക്ക് അതിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു പടി. അതേപോലെ തന്നെ അതിൻ്റേതായ അനുബന്ധിച്ച കൊയ്ത്ത് യന്ത്രങ്ങൾ, മറ്റു നടീൽ യന്ത്രങ്ങൾ, ഒട്ടനവധി സാധന സാമഗ്രികൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കൂ. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒപ്പം വ്യവസായ മേഖലയും മുന്നോട്ട് വരണം. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് EDE നവീൻ റോഷ് നന്ദിയും പറഞ്ഞു. 58 പേരാണ് സംരംഭക സഭയിൽ പങ്കെടുത്തത്. സംരംഭകർക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് വ്യവസായ വികസന ഓഫീസർ നൌഫൽ ക്ലാസ് എടുത്തു. സംരംഭകർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംരംഭക സഭയിൽ 6 PMEGP ലോൺ സാങ്ഷൻ ലെറ്ററും 2 ഉദ്യം രജിസ്ട്രേഷനും 1 K-SWIFTും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലക്കിടി പേരൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്നു. യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് K സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. ആ സമയത്താണ് ട്രംപ് അവിടെ അധികാരത്തിൽ. ഈ തീ കത്തിക്കൊണ്ട് വരുന്നതും ആളുകൾ നശിക്കുന്നതും ട്രംപ് അധികാരത്തിൽ വരുന്നതും അദ്ദേഹം ചില പ്രത്യേക ഉത്തരവുകൾ ഇങ്ങനെ പുറപ്പെടുവിച്ചതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പ്രാദേശികമായിട്ട് കൂടുതൽ പോയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പേടിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ചത് നിങ്ങളായിരിക്കും. പലരും പ്രൈമറി സ്കൂൾ മുതൽ മുകളിലോട്ട് പല രീതിയിലും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ. സമ്മേളനത്തിൽ G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. NM നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ രാജൻ പൊറ്റമ്മലിനെ ഉപഹാരം നൽകി ആദരിച്ചു. കൊച്ചുഗോവിന്ദൻകുട്ടി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം T മണികണ്ഠൻ മാസ്റ്റർ,
TP ജെറോം, KP ദിവാകരൻ, P രവീന്ദ്രൻ, രാജൻ മാസ്റ്റർ പൊറ്റമ്മൽ, EN പ്രേമലത ടീച്ചർ, സേതുമാധവൻ, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ജഗദീഷ് പ്രസിഡന്റ്, മേരിക്കുട്ടി സെബാസ്റ്റ്യൻ സെക്രട്ടറി, സേതുമാധവൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുമിച്ചപ്പോൾ പൊതുമരാമത്ത് ഓഫീസിലെ ചുമരിൽ ഒരുങ്ങിയത് മനോഹര ചിത്രങ്ങൾ. കലയും സംസ്കാരവും ശുചിത്വവുമെല്ലാം ചിത്രരചനയുടെ വിഷയമായി. ആരോഗ്യ വിഭാഗം ജീവനക്കാരായ സുനിൽകുമാർ, ബിജു ജോസ്, ആനന്ദൻ, അബ്ദുൽ ജലീൽ, MP സുരേഷ്, സുഭാഷ് എന്നിവരാണ് ചുവർചിത്രമെന്ന ആശയത്തിന് പിന്നിൽ. ഷൊർണൂർ നഗരത്തിലെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് പൊതു ഇടങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളുടെ മതിലുകളിലും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ബിജു ജോസ്, ആനന്ദൻ എന്നിവർ ചിത്രകാരന്മാരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് രചനകൾ. ബാക്കിയുള്ളവർ ചിത്രങ്ങൾക്ക് നിറം നൽകുന്ന ജോലിയും പൂർത്തിയാക്കി. 28,000 രൂപയാണ് നഗരസഭ ചുവർ ചിത്രങ്ങൾ ഒരുക്കാൻ നൽകിയിട്ടുള്ളത്. 8 അടി ഉയരമുള്ള 6 ചിത്രങ്ങളാണ് 2 വശത്തായുള്ള മതിലിൽ ഒരുങ്ങുന്നത്. വ്യത്യസ്ത നിറങ്ങളുള്ള എമൽഷൻ പെയിൻ്റാണ് ചുമർ ചിത്രങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടമായി ഷൊർണൂർ ഹെൽത്ത് സെൻ്ററിലാണ് ചുമർ ചിത്രം ഒരുക്കുക. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ പ്രദർശനവും ചലച്ചിത്ര ചർച്ചയും സംഘടിപ്പിച്ചു. കാഴ്ച എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ D. സിമി സ്വാഗതം പറഞ്ഞു. തനിമ സാംസ്കാരിക വേദി സെക്രട്ടറി MC ശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗം സുധീർ കുമാർ എന്നിവർ പ്രസംഗിച്ചു. NSS വോളണ്ടിയർ ലീഡർ അതിഥി കൃഷ്ണ നന്ദി പറഞ്ഞു. ഒരു ചെറിയ നന്മ ചിത്രം, ടോക്സിക് ഷാഡോസ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ശേഷം അവയുടെ അവലോകനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളും പങ്കാളികളായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കല്ലേക്കാട് ജാമിയ ഹസ്നിയ 30ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി അൻവാറുൽ ഇസ്ലാമിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണ ജാഥ. ജനുവരി 24, 25, 26 തീയതികളിൽ നടക്കുന്ന കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പെരിങ്ങോട്ടുകുറിശി അൻവാറുൽ ഇസ്ലാമിയയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. സാമൂഹികോത്കർഷത്തിന്റെ അഭിമാന ദശകങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ നേതാക്കൾ പങ്കെടുക്കും. പെരിങ്ങോട്ടുകുറിശി സെൻട്രലിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് മുഹമ്മദ് അൽ ഹസനി, അബ്ദുറഹ്മാൻ അൽ ഹസനി എന്നിവർ നേതൃത്വം നൽകി. നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പല ക്രിമിനലുകളുടെയും പല കേസുകളുടെയും പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് PGയും ഡബിൾ PGയും ഡോക്ടറും ഒക്കെ ആയ ആളുകളുടെ ലിസ്റ്റുകൾ വരെ പല ക്രിമിനൽ കേസുകളിലും പിടിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുതകൾ നമുക്ക് ബോധ്യമാകുന്നത് അവർ പഠിച്ചിട്ടുള്ള പാഠശാലയിൽ അല്ലെങ്കിൽ അവരുടെ പാഠ്യേതര പദ്ധതികളിൽ അവരെ മോറലൈസ് ചെയ്യപ്പെടുന്ന ഒരു പാഠ്യ പദ്ധതി ഉണ്ടോ എന്ന് ഒരു അവലോകനം ചെയ്യേണ്ടതുണ്ട്. പല കേസുകളിലും പിടിക്കപ്പെടുന്ന ആളുകൾ, ഞാൻ നേരത്തെ ആവർത്തിച്ചതുപോലെ, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. ഈ സമൂഹം എന്താണ്, സമൂഹത്തോടുള്ള കടപ്പാട് എന്താണ്, തന്റെ മാതാപിതാക്കളാരാണ്, തന്റെ അയൽപക്കക്കാരാരാണ്, അവരോടുള്ള കടപ്പാട് എന്താണ് എന്നതിനെ കുറിച്ച്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹ്രസ്വ സിനിമയുടെ പോസ്റ്റർ പുറത്തിറക്കി. ലഹരി ഹ്രസ്വചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V. ഷിബു നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ്, വിമുക്തി പാലക്കാട് ജില്ലാ മാനേജർ S. സനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് M. സതീഷ് കുമാർ, വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ, ഹ്രസ്വ സിനിമാ സംവിധായകൻ പ്രകാശ് മാടമ്പത്ത്, എക്സിക്യൂട്ടീവ് അംഗം K. പത്മാവതി, നടൻ ദിവാകരൻ പരുത്തിപ്പുള്ളി, ലൈബ്രറിയൻ V. ചിത്ര എന്നിവർ പങ്കെടുത്തു. വായനയാണ് ലഹരി എന്ന വലിയ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ഷോർട്ട് ഫിലിം സമൂഹത്തിന് നൽകുന്നത് ലഹരിയിലൂടെ ജീവിതം തകർന്നുപോയേക്കാവുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അപ്പുണ്ണിയേട്ടൻ വായനശാല നടത്തുന്ന സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മികവുറ്റ പ്രവർത്തനമായ ഷോർട്ട് ഫിലിം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാകുന്നു.
വായനയും വായനശാലകളും ഒരു നാടിൻ്റെ സ്പന്ദനമാണെന്ന തിരിച്ചറിവ് കൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഷോർട്ട് ഫിലിം. അജേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ഷോർട്ട് ഫിലിം നിർമ്മാണം ലഹരിക്കെതിരെ വലിയ സന്ദേശവും നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ യൂട്യൂബിൽ വീഡിയോ പ്രകാശനം നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ട് എഴുന്നള്ളിപ്പോടുകൂടിയായിരുന്നു കൊടിയിറക്കം. നിരവധി ഭക്തർ സമാപന ദിവസം എത്തിയിരുന്നു. ആറാട്ട് ബലിയും ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കലും തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പും ആറാട്ട് ചടങ്ങുകളും നടന്നു. ഭാരതപ്പുഴയിലെ ആറാട്ടുകടവിലെ ആറാട്ടിന് ശേഷം പഞ്ചവായത്തോടെ നടന്ന തിരിച്ചെഴുന്നള്ളിപ്പിനു ശേഷം മേളത്തോടു കൂടിയുള്ള ശീവേലിക്ക് ശേഷം ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ഒരാഴ്ച നീളുന്ന ഉത്സവത്തിനാണ് സമാപനമായത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ ശീവേലിയും പഞ്ചാരിമേളവും സംഗീതാർച്ചനയും ഭജനയും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ച ആഘോഷം തുടരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മൗലൂദ് പാരായണവും നാരിയത്ത് സ്വലാത്തും നടന്നു. കെ എ ഹംസക്കുട്ടി മൗലവി, എ എ യൂസഫ് മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുഹിയുദ്ദീൻ മൗലൂദ് പാരായണവും നാരിയത്ത് സ്വലാത്തും നടന്നത്. വർക്കിംഗ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അവരുടെ യൂണിറ്റിന്റെ വകയാണ് നമ്മുടെ നാട്ടിലെ മുള്ളൂർക്കരയിലെ തന്നെ ഈ തൊഴിലാളികളിലെ ഏറ്റവും ആദ്യത്തെ സംഘടനയാണ് നമ്മുടെ ഈ സംഘടന. എല്ലാ വർഷവും മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലുള്ള ആണ്ട് നടത്താറുണ്ട്. കൂടാതെ INBSC എന്ന സംഘടനയും STU സംഘടനയും നമുക്ക് ഇവിടേക്ക് നേർച്ചയ്ക്ക് അരികളും അവർ ചെയ്യാറുണ്ട്. STU മുള്ളൂർക്കര യൂണിറ്റ് വാർഷികത്തോടനുബന്ധിച്ച് മഖാമിൽ അന്നദാനവും പായസ വിതരണവും ഉണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. മുള്ളൂർക്കര പള്ളി ഖത്തീബ് അഷ്റഫ് ദാരിമി താഴേക്കോട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു ക്ലാസ്. ചരിത്ര കഥാപ്രസംഗ ഖിസ്സാപ്പാട്ട് ബഷീർ അഹമ്മദ് ബുർഹാനിയും കുഞ്ഞാപ്പു കാരക്കാടും അവതരിപ്പിച്ചു. കഥാപ്രസംഗം കേൾക്കാൻ നിരവധി പേരെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പതിരിപ്പാല കാരുണ്യഭവനിൽ അന്തേവാസികൾക്കായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കോട്ടായി ഒടനൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു നഫ്സും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. ഫാത്തിമയെ റസൂല് വിളിച്ചു, ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. നിന്റെ വാപ്പാനോട് ഈ ലോകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, സാധിക്കുമെങ്കിൽ ഞാനത് നേടിത്തരാം. പക്ഷെ ഒന്നുണ്ട്, നാളെ പരലോകത്ത് മരിച്ചു പോയാൽ എൻ്റെ വാപ്പ റസൂലാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാ എന്നുള്ള വല്ല മോഹവുമുണ്ടെങ്കിൽ മാറ്റിവെച്ചോ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാണ്. യൗമുല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ഫാത്തിമ, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. പി എ ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ എസ് അബ്ദുൽ കരീം, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, ഹംസ തരുവക്കോട്, ഷംസുദ്ദീൻ മാങ്കുറിശി, സുബൈർ പത്തിരിപ്പാല, സക്കീർ മാങ്കുറിശി, കെ പി ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു. കാരുണ്യഭവൻ അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മകരകാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം. ചൊവ്വാഴ്ച വൈകിട്ടാണ് യജ്ഞത്തിന് സമാരംഭമായത്. താലപ്പൊലിയോടെ ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പറയാൻ സാധ്യമല്ല എന്നതുകൊണ്ടായിരിക്കാം പണ്ടുള്ള ആചാര്യന്മാർ പത്മപുരാണത്തിലും സ്കാന്ദപുരാണത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന ഒരു പ്രകരണത്തെ മാത്രം എടുത്ത് ആ പ്രകരണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാഗവത മാഹാത്മ്യം എന്ന നിലയ്ക്ക് പറയുക, ഇതാണ് പതിവ്. സപ്താഹത്തിന്റെ മഹിമ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന 6 അധ്യായങ്ങൾ പത്മപുരാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പത്മപുരാണത്തിൽ ഉൾക്കൊള്ളുന്ന ഈ 6 അധ്യായങ്ങളിലെ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് അനുസ്മരിക്കാൻ ഉള്ളത്.
തിരുവാതിരക്കളി, പ്രഭാഷണം, നൃത്തസന്ധ്യ എന്നിവയുമുണ്ടായി. രാവിലെ മങ്കര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. വിഷ്ണു സഹസ്രനാമ പാരായണം, ഭാഗവത പാരായണം എന്നിവയും ബുധനാഴ്ച നടന്നു. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ SN കോളേജിൽ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. CISF അസിസ്റ്റന്റ് കമാൻഡർ, സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിൽ നിയമനം ലഭിച്ച V. അരുന്ധതി, A. കൃഷ്ണകുമാർ എന്നിവരെയാണ് അനുമോദിച്ചത്. 28K ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ CG പിള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. RDC ചെയർമാൻ VP സുജീഷ്, അനീഷ് രാജപ്പൻ, സുബൈദാർ, മേജർ രമേശ്, C. ഗിരിജ, വൃഷാലി സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യക്കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകരുതെന്ന് മഹിളാ മോർച്ച. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ പാലക്കാട്ട് മന്ത്രി MB രാജേഷിന്റെ വസതിയിലേക്ക് കാലിക്കുടങ്ങളുമായി മഹിളാ മാർച്ച്. അപേക്ഷ രഹസ്യമാക്കി വെച്ചും എക്സൈസ് നിയമങ്ങൾ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് വരൾച്ചാ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് സർക്കാർ പ്രവർത്തനാനുമതി നൽകിയതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത. അധ്യാപക സർവീസ് സംഘടനകളുടെ സൂചന പണിമുടക്ക്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. സമരരംഗത്തുള്ളത് CPI കോൺഗ്രസ് അനുകൂല സംഘടനകൾ. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടികൾ. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടത് സ്നേഹസാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യ പ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണം. പാലക്കാട്ട് 55ാം ബാച്ച് സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കൊലവിളിച്ച +1 വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ കുറ്റബോധമുണ്ടെന്ന വിദ്യാർത്ഥി. അസാധാരണ പ്രതികരണമാണ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വിഷയം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പ്രിൻസിപ്പാൾ. കോട്ടായി അയ്യങ്കുളത്ത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഇതര സംസ്ഥാന പ്രതിമ നിർമ്മാണ തൊഴിലാളികൾ വെല്ലുവിളിയെന്ന് പരാതി. രാജസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള തൊഴിലാളികൾ രാത്രികാലത്ത് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവ് സംഭവമെന്ന നാട്ടുകാർ. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് തമ്പടിച്ച കുടുംബങ്ങൾ സമീപകാലത്തായി പോലീസിനും തദ്ദേശ സ്ഥാപനത്തിനും തലവേദനയായി. പട്ടാമ്പിയിൽ 14-കാരിക്ക് മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്ത യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് പെരുമുടിയൂർ സ്വദേശി അനൂപ്. ഓൺലൈൻ ആപ്പ് വഴി ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് പണം തട്ടിയ ഇടുക്കി സ്വദേശി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരിയിൽ റെയിൽപാളത്തിൽ അജ്ഞാത മൃതദേഹം. 2 ആഴ്ച പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം ഉടലും തലയും വേറിട്ട നിലയിൽ. പഴയന്നൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.